എല്ലാവർക്കും നമസ്കാരം. അബ്ദുല്ല കാസർഗോഡാണ്. സഹോദരന്മാരെ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ചർച്ചാ വിഷയം നടക്കുന്ന കാര്യങ്ങളാണ് സിനിമാ നടന്മാരും നടികളുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് രണ്ട് വാക്ക് പറയാണ്ട് തേച്ചും കേൾക്കണം. ഞാൻ ആരെ പക്ഷം നിൽക്കുന്നതൊന്നുമല്ല. എനിക്ക് പ്രവാചകൻ്റെ പ്രത്യേകിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷം ആഘോഷിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. വിശ്വാസത്തിൻ്റെ ഭാഗമല്ലെങ്കിലും നബിയെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രചരണങ്ങളൊക്കെ നടത്തപ്പെടുന്ന സന്ദർഭമായിട്ടാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, എൻ്റെ പ്രവാചകന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് 1450 വർഷം മുമ്പ് പോയിട്ടുള്ളത്. അപ്പോൾ ആ പ്രവാചകൻ പറഞ്ഞത് ചിലതൊക്കെ എല്ലാം ഇങ്ങനെ ക്ലിയറായിട്ട് തെളിഞ്ഞു വരുമ്പോൾ ആ സന്ദർഭത്തിൽ തന്നെ അതിനെപ്പറ്റി ചർച്ച ചെയ്തില്ലെങ്കിൽ അതിനൊരു പ്രസിദ്ധി ഉണ്ടാവില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചെങ്കിൽ, ഒരുപാട് ചാനലുകാരും യൂട്യൂബർമാരും ഇപ്പോൾ ഇതുമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. സിദ്ദീഖ്, മുകേഷ്, രേവതി, അങ്ങനെ ഒരുപാട് നടികളും നടന്മാരും എന്നിങ്ങനെ ഒരുപാട് ആളുകൾ തമ്മിൽ എന്നെ ബലാത്സംഗം ചെയ്തു തന്നു, എന്നെ കിസ്സാക്കി തന്നു, എന്നെ കയറി പിടിച്ചു തന്നു, എൻ്റെ വാതിലിനെ മുട്ടി തന്നു, ഞാൻ വാതിൽ വന്നപ്പോൾ എന്നെ തള്ളിയിട്ടു തന്നു, എന്നെ വാരി പിടിച്ചു തന്നു, എന്നെ വലിച്ചു കൊണ്ടുവന്നു, ഇങ്ങനെ ഒരുപാട് ആക്ഷേപങ്ങൾ, പരാതികൾ, വിമർശനങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരുപാട് ആളുകൾ, ചില ആളുകൾ ഈ സ്ത്രീകളെ, അതായത് നമ്മൾക്കൊക്കെ അമ്മപെങ്ങന്മാരുണ്ട്, അങ്ങനത്തെ സ്ത്രീകളെ, ആ സ്ത്രീകളെ, ഈ നടിമാരെ ഒരുപാട് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരാൾ വാതിലിന് മുട്ടിയെന്ന് പറയുമ്പോൾ മറ്റൊരു പിന്നെ യൂട്യൂബർ പറയുന്നത് തുറന്നു, മറ്റൊരാൾ പറയുന്നത് വാരി പിടിച്ചു, മറ്റൊരാൾ പറയുന്നത് ചുംബിച്ചു, മറ്റൊരു ചാനൽ പറയുന്നത് കട്ടിൽ കിടത്തി, ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ. അതായത് ഈ ഒരു സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ അത് ഭാവിയിൽ അതേ ഈ പറയുന്ന ഈ സ്ത്രീകളൊക്കെ കുറേ കാലങ്ങൾക്ക് മുമ്പ് പലതും നടന്ന സംഭവങ്ങളാണ് ഈ വിളിച്ചു പറയുന്നത്. അപ്പം ഞാൻ ഇവിടെ പറയാനുള്ള കാരണം, അള്ളാൻ്റെ റസൂല് ഞമ്മക്ക് പഠിപ്പിച്ച കാര്യമാണ് അന്യപുരുഷന്മാരായിട്ട് കൂടുതൽ ഇടപഴകുന്നതിനെ പറ്റി നിരോധനം. അതുപോലെ തന്നെ കൂടുതലും അന്യപുരുഷന്മാരായിട്ട് സംസാരിക്കൽ, ചിരിക്കൽ, കളിക്കൽ, ഇങ്ങനെ പല കാലത്ത് ഇസ്ലാമിൽ പല നിബന്ധനകൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാനിപ്പോൾ പറയാനുള്ള കാര്യം വെച്ചാൽ സാഹചര്യം അങ്ങനത്തെ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. പ്രാബല്യത്തിൽ വരുന്നുള്ളതാണ് ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം. ഒന്നത്. രണ്ടാമത്, അപമാനിക്കപ്പെടുന്ന നടികളെ പറ്റി എനിക്ക്, കാരണം ഇവരൊക്കെ ഭാവിയിൽ ഇനി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരേണ്ട ആളുകളാണ്. ഇപ്പോൾ ചർച്ച ചെയ്തെങ്കിൽ അങ്ങനെ തീരുന്ന കാര്യങ്ങളൊന്നുമല്ല. സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവർക്കൊക്കെ മാന്യമായിട്ട് ജീവിക്കണ്ടേ. അപ്പോൾ ചില ചാനലുകാർ അതിനെ കൂടുതലും വഷളാക്കിയിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്ത് തോന്നുന്നു. പിന്നെ ചില പ്രവാചകൻ പറഞ്ഞ പോലെ നാണവും ലജ്ജയും എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതില്ലാത്ത സ്ത്രീകൾ എന്താവും എന്ന് പ്രവാചകൻ പറഞ്ഞ പോലെ തന്നെയാണ് ചില സ്ത്രീകൾ തുറന്നു പറയാന്ന്. അതും 5 or 8 കൊല്ലം മുന്നുള്ള സംഭവമാണ് ഈ തുറന്നു പറയുന്നത്. എന്നെ അങ്ങനെ ആക്കീനി, എന്നെ ഇങ്ങനെ ആക്കീനി എന്ന് പറയുമ്പം പ്രവാചകൻ പറഞ്ഞ ആ ലജ്ജ എടുത്തെറിയപ്പെട്ടു പോയി എന്നതിൻ്റെ സഹോദരന്മാരെ അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ഇനി ഇറങ്ങിയവരുടെ സ്ത്രീ ഇങ്ങനെ തുറന്നു പറയുന്നത് എന്തുകൊണ്ട്? പ്രവാചകൻ പറഞ്ഞില്ലേ, സമൂഹത്തിൻ്റെ ഇടയിൽ ലജ്ജ എന്ന സാധനം സ്ത്രീകളിൽ നിന്ന് എടുത്തെറിയപ്പെടും, ലോകത്ത് വ്യഭിചാരം വർദ്ധിക്കും, കള്ളുകുടി വർദ്ധിക്കും. ഇതൊക്കെ ഖിയാമത്ത് നാൾ ലോകാവസാനത്തിൻ്റെ അടയാളത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ മുന്നേ പഠിപ്പിച്ചാണ്. അപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറയാൻ കാരണം വെച്ചാൽ, ഇപ്പോൾ ഈ ചർച്ച ചെയ്യുമ്പോൾ അത് ഒന്നെങ്കിലും അതിൻ്റെ ഉത്തരവാദപ്പെട്ട നിയമം അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതുണ്ട് എനിക്ക് ഈ ചാനലുകാരോട് പറയാനുള്ളത്. നിങ്ങൾ കൂടുതൽ ഇവരെ വഷളാക്കരുത്. ആരെ? ഈ നടന്മാരുണ്ടല്ലോ. ഒന്ന്. മറ്റൊന്നെന്ന് വെച്ചെങ്കിൽ, ഈ സ്ത്രീകളൊക്കെ എന്നെ മാന്യമായിട്ട് എന്നെ സമൂഹത്തിനിടയിൽ ഇറങ്ങി നടക്കേണ്ട ആളുകളാണ്. അപ്പോൾ ഇതൊന്ന് ചർച്ച ചെയ്യേണ്ടതല്ല പറയുന്നത്, അത് ചർച്ച ചെയ്യേണ്ട രൂപത്തിൽ ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ ഇത് ഒരുപാട് അവഹേളിക്കുന്ന രൂപത്തിൽ, അവരെ വ്യഭിചാരികളാക്കിയിട്ട് മാറ്റുന്ന കൂട്ടത്തിൽ, അതുപോലെ തന്നെ അവരെ പിന്നെ നടന്മാരെ ഒരു വലിയ പ്രധാനപ്പെട്ട പ്രതികളാക്കിയിട്ട് കൂടുന്ന രൂപത്തിൽ. അപ്പം ഞാനിത് പറയുന്നത് എന്നോട് ആരും വിദ്വേഷം വെക്കരുത്. കാരണം ഇത് ഒന്നാമത് കൂടുതൽ പറഞ്ഞ് വഷളാക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചെങ്കിൽ, നമ്മളിത് വളരെ കൂടുതൽ കാണിക്കേണ്ടത് നമ്മൾക്കൊക്കെ അമ്മ പെങ്ങന്മാർക്കുള്ളത് തന്നെയാണ്. നമ്മൾ ചിലതൊക്കെ മറച്ചു വെക്കേണ്ട കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ സന്ദർഭത്തിൽ
അള്ളാഹു റസൂൽ പറഞ്ഞല്ലോ, 2 ആണും പെണ്ണും തിരി ഒറ്റക്ക് കൂടുതൽ സ്ഥലത്ത് ഇബ്ലീസ് ചതിക്കും എന്ന് പറയുന്നതിൻ്റെ തെളിവാണ്. കാരണം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇസ്ലാമിൻ്റെ ആചാരം, എല്ലാവർക്കും അത് ബാധിക്കുന്നുള്ളതാണ്. അതിനനുകൂലിച്ചിട്ട് ആരും ജീവിക്കുന്ന പ്രശ്നമൊന്നുമില്ല. കാരണം ആരും ഇസ്ലാം മതം സ്വീകരിക്കണമെന്നില്ല. അള്ളാഹു റസൂൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നുള്ളത്. കാരണം ഇതിൽ രണ്ടാണ് നമ്മൾ ഇതിനെ ഒരു കണക്കിന് ഇപ്പോൾ നമ്മൾ ചർച്ചാ വിഷയാക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ചെങ്കിൽ 8 കൊല്ലം 10 കൊല്ലം മുമ്പെല്ലാം സംഭവം നടന്നത്, ആ സംഭവത്തിന് ഒരു സ്ത്രീയെ ഇപ്പോൾ എന്നെ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ 8 കൊല്ലം മുമ്പ് എന്തുകൊണ്ട് ഈ സ്ത്രീ പരാതി പറഞ്ഞിട്ടില്ല? അല്ല ഈ 10 കൊല്ലം മുമ്പ് എന്തുകൊണ്ട് കംപ്ലയിൻ്റ് ചെയ്തിട്ടില്ല? അപ്പോൾ അതല്ല, 2 കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഒന്നെന്ന് വെച്ചെങ്കിൽ ഇത് 2 ആളും തെറ്റുകാരല്ല, അല്ലെങ്കിൽ 2 ആളും തെറ്റുകാരൻ. പിന്നെ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, ആ വിളിച്ചു പറയുന്നതിൻ്റെ കാരണം എന്താണ്? ലജ്ജ എന്നുള്ള നാണം എന്ന് പറയുന്നത് സ്ത്രീയിൽ നിന്ന് എടുത്തുപോയി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതിന് ഞാൻ പറഞ്ഞത്. കാരണം വെച്ചെങ്കിൽ ഒന്ന്, നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുക, എല്ലാത്തിനും മറച്ചു വെക്കുക എന്നുള്ളത് ഇസ്ലാമിക നിയമമാണ്. മറച്ചു വെക്കണം, എന്നിട്ട് നിയമപരമായിട്ട് നടപടിയിൽ പോട്ടെ. അല്ലെങ്കിൽ ആ സഹോദരിമാരെ നമ്മൾ അങ്ങനെ അവഹേളിക്കാൻ പാടില്ല, അങ്ങനെ നാറ്റിക്കുന്ന അർത്ഥമൊന്നുമില്ല. മറ്റൊന്ന് വെച്ചെങ്കിൽ ഈ ഇടവഴി ജീവിക്കുന്നതിനെ പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതിൻ്റെ ഒരു ദൃഷ്ടാന്തം തന്നെയാണ് ഇതിൽ കൂടുതലും. അതായത് അന്യപുരുഷന്മാരായിട്ട് നമ്മളെ സ്വന്തം ആളുകളല്ലാത്ത, നമ്മളെ രക്തമുള്ള ആളുകളല്ലാത്ത, രക്തബന്ധമുള്ള ആളുകളല്ലാതെ കണ്ട് കൂടുതൽ ഇടപഴകാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇതൊക്കെ സംഭവിക്കുന്നതിൻ്റെ തെളിവാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. പ്രായപൂർത്തിയായ മകളും വാപ്പയും പോലും ഒരു റൂമിൽ കിടക്കാൻ പാടില്ല, രാത്രി കടന്നുറങ്ങാൻ പാടില്ല. അതാണ് അവിടെയാണെങ്കിൽ പറഞ്ഞത് ഇബ്ലീസ് ചതിക്കും എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇബ്ലീസ് ചതിക്കും എന്ന് പറയുന്നില്ലേ? അപ്പോൾ അത് മതത്തിൻ്റെ മാത്രം വിശ്വാസപരമായ കാര്യങ്ങളല്ല, മനുഷ്യ സമൂഹത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ആ മാതൃക പറഞ്ഞത്. അത് ആർക്കും ഏത് സമയത്തിൽ കൊണ്ടുപോകും അതിനെ അനുകൂലിക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഇസ്ലാം മതം സ്വീകരിക്കണമെന്നില്ല, അങ്ങനെ ജീവിച്ചാൽ മതി. എന്തെങ്കിലും ഇങ്ങനെ അപമാനം ഉണ്ടാവും. അപ്പോൾ അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ആചാരങ്ങളൊന്നല്ല. അത് അള്ളാഹുവിൻ്റെ റസൂൽ 1450 കൊല്ലം മുമ്പ് കാണിച്ചു തന്നത് ഇത്രയും ഒരു തെളിവോടുകൂടി പുറത്തു വന്നതാണ് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഒരു സ്വന്തം സ്ത്രീ ഇങ്ങനെ വിളിച്ചു പറയും, എന്നെ ആക്കി, എന്നെ ചെയ്തിട്ട് എന്ന്. അത് എത്ര കുറേ കൊല്ലം മുമ്പ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ന് അവർ സ്വയം മനസ്സാലെ 2 ആളും സംഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ പിന്നെ 8 കൊല്ലം മുന്നേ എത്ര കാര്യം എന്തിനാണ് ഇപ്പോൾ വിളിച്ചു പറയുന്നത്? ആടിനൊരു തെളിവല്ലേ ഇത്? അപ്പോൾ ഇതല്ല, ഇതിപ്പോൾ ചർച്ച ഇതിൻ്റെ പിന്നിലും ഏതോ സംഘടിതാപരമായിട്ട് അമ്മ എന്നുള്ളൊരു സംഘടനയുണ്ട്, അതിനെ പൊളിക്കണമെന്നുണ്ട്, പൊളിയാൻ പാടില്ല എന്നുണ്ട്, ഒക്കെ ഉണ്ട് ഇതിൻ്റെ ചർച്ച. അപ്പം ഞാനിത് പറയാൻ കാരണം വെച്ചെങ്കിൽ ഈ നബിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ കാരണം വെച്ചെങ്കിൽ പ്രവാചകൻ പറഞ്ഞ് എത്ര ശരി എന്നുള്ളതാണ് ഇതിന്, അതിനെല്ലാം പ്രാബല്യത്തിൽ വരുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് പറയുന്നത് അനാവശ്യമായിട്ട് ഇത് ഞാൻ പറയാൻ പിന്നെ സ്കൂളൊക്കെ പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളതാണ്. നമ്മൾ ഒരന്യ പുരുഷനായിട്ടുള്ളത്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന 10 12 പഠിക്കുന്ന കുട്ടികൾ, പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഈ സന്ദർഭത്തിൽ, അനാവശ്യം നിങ്ങൾ സഹോദരന്മാരല്ലാത്ത ആളുകളുമായിട്ട് നിങ്ങൾ കൂടുതലും അടുക്കരുത്. കാരണം ഇബ്ലീസ് എന്നൊരു സാധനം അത് ഹിന്ദു മുസ്ലിം ഒന്നുമല്ല. ആ സ്ഥലത്തെ വികാരം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഇടയിലേക്ക് കയറി കൂടിയിട്ട് നിങ്ങൾ അത് ചെയ്യ് എന്ന് ആര് ഇബ്ലീസ് നമ്മളോട് ചെയ്യിപ്പിക്കുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ആ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൻ്റെ സംഭവം തന്നെയാണ് ഇപ്പോൾ ഈ നടക്കുന്നതൊക്കെ നമുക്ക് കാണുന്നത്. അതുകൊണ്ട് ഭാവിയിലും കൂടി സ്ത്രീകളായ എൻ്റെ സഹോദരിമാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളെ സൂക്ഷിക്കുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ രണ്ടാമത് തിരിച്ചു കിട്ടൂല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആണുങ്ങളെ പോലെയല്ല, പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് അത് പറയാൻ കാരണം വെച്ചെങ്കിൽ ഒരുപാട് നടിമാരെ ഒക്കെ ഇങ്ങനെ അവഹേളിക്കുന്ന രൂപത്തിൽ ചർച്ചാ വിഷയം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടതും കൂടിയുണ്ട്. അപ്പം മറച്ചു വെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നിട്ട് എന്തിക്കണം, നിയമപരമായിട്ട് നടപടിയിൽ പോകേണ്ടതുണ്ടെങ്കിൽ പോകണം. അതുപോലെ തന്നെ അമ്മ എന്ന് പറയുന്ന സംഘടന ഉത്തരവാദിത്തം ഇല്ലാത്ത രൂപത്തിൽ ഒഴിഞ്ഞു മാറിയോ അല്ലോ സ്വയം പിരിഞ്ഞു പോവുകയോ അതൊന്നും ചെയ്ത് ന്യായമല്ല. നിലവിൽ അമ്മ എന്ന് പറയുന്നൊരു സംഘടനയെ ജനങ്ങളെല്ലാവരും കണ്ടിരുന്നു. പിന്നെ ഇവരൊക്കെ ഒന്ന് അടക്കി വെക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം പ്രത്യേകിച്ച് എന്തെങ്കിൽ ഇന്ത്യയിൽ 10-29 സ്റ്റേറ്റ് ഉണ്ട്, ലക്ഷക്കണക്കിന് നടന്മാരൊക്കെ ഉണ്ട് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കാരണം നമ്മളിത് ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ അവഹേളിക്കുക, ഇങ്ങനെ പരിഹസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് എല്ലാ നടന്മാർക്കും അത് ബാധിക്കുന്നുള്ളതാണ്. മനസ്സിലായില്ലേ? സിനിമാ ലോകം തന്നെ അതുപോലെ തന്നെ എന്നുള്ള ചിന്താഗതിയിൽ ജനങ്ങൾ എത്തിയിട്ട് ഇവരൊക്കെ വെറുക്കുന്നൊരു സ്വഭാവമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ചെയ്യേണ്ടത് നമ്മളിത് രഹസ്യമായ രൂപത്തിൽ പരസ്യമാക്കാതെ കണ്ട് അതിൻ്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് നിയമപാലന്മാരുമായി ബന്ധപ്പെട്ടിട്ട് ശിക്ഷാ നടപടിക്ക് ആവശ്യം ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതുമാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഇതിന് മുമ്പ് കാലങ്ങളിൽ 2 പേരും ഇഷ്ടപ്പെട്ടുകൊണ്ട് സമ്മതിച്ച ചില പ്രശ്നങ്ങളാണെങ്കിൽ ഇപ്പോഴും വിളിച്ചു പറയുന്നത് ഈ പ്രവാചകൻ പറഞ്ഞ പോലെ ലജ്ജ എടുത്ത് എറിയപ്പെട്ടു പോയി, ലജ്ജ ഇല്ലാതെയായി എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീ പറയുമോ, എന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്നെ ഇങ്ങനെ ചെയ്തിരുന്നു, ഈ 5-8 കൊല്ലം മുമ്പ്
സംഭവിച്ചത് ഇപ്പം വിളിച്ച് പറഞ്ഞത് എന്തർത്ഥമുള്ളത്? അപ്പോൾ അതിന് അർത്ഥമൊന്നുമില്ല. പക്ഷെ അതന്നെ ഒരു തെളിവാണ്. കാരണം രണ്ടുപേരും മറന്നുകൊണ്ട് സംഭവിച്ച പല കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ സിനിമ അതിനെ നടിയാവണം എന്നുള്ള ആഗ്രഹത്തിൽ പോയ ഒരുപാട് ആളുകളുണ്ടാകും. വലിയ കലാകാരിയാവണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ പിന്നെ ഭവിഷ്യത്തൊന്നും ചിന്തിക്കാറില്ല. അങ്ങനെ പോയിട്ട് പെട്ടുപോകുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഏതായാലും ഇതിനെ അങ്ങനെ പബ്ലിസിറ്റി ചെയ്തിട്ട് നമ്മൾ ഈ സ്ത്രീകളെ പരിഹസിക്കരുത് എന്നാണ് എൻ്റെ മനസ്സിലുള്ള അഭിപ്രായം. ബാക്കിയൊക്കെ നിയമപരമായിട്ട് പോകുന്ന പോലെ പോകട്ടെ. ഇവരെ സമൂഹത്തിൻ്റെ ഇടയിൽ അവഹേളിക്കാതെ കണ്ട് രഹസ്യപരമായിട്ട് ഇനിയും കൂടെ മുൻകൂട്ടി ഇത് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞതിലെന്തെങ്കിലും എൻ്റെ തെറ്റുകുറ്റെടുക്കുക ക്ഷമിക്കണം. അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ജയ് ഹിന്ദ്.